ഇതുപോലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്ത് ആ കൃത്യത്തിൽ ഇടപെട്ടവരെ സംരക്ഷിക്കാൻ പൊതുഖജനാവിന്റെ പണം ദൂർത്തടിച്ച് കേസ് നടത്താൻ വാശി കൂട്ടുന്ന ഒരു സർക്കാർ ഈ രാജ്യത്ത് ഭൂഷണമാണോ എന്നിവിടുത്തെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മനസാക്ഷിയോടാണ് ഞാൻ ചോദിക്കുന്നത്. സാധിക്കുമോ? എന്താണ് എന്റെ കുട്ടികൾ ചെയ്ത കുറ്റം? എന്താണ് അവർ കാണിച്ച തമ്മാടിത്തം? അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ച, നിങ്ങളോട് കാണിച്ച ക്രൂരത എന്താണ്? ആരെയെങ്കിലും നോവിച്ചവരാണോ കുട്ടികൾ? ആരെയെങ്കിലും വെട്ടിയവരാണോ കുട്ടികൾ? ആരെയെങ്കിലും ആക്രമിച്ചവരാണോ ആ കുട്ടികൾ? ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചവരാണോ ആ കുട്ടികൾ? അവരായി, അവരെ പാടായി, അവിടെ രാഷ്ട്രീയ വീക്ഷണം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഏറിയ മട്ടിൽ ഈ പ്രദേശത്ത് നടത്തുന്ന ഈ രണ്ട് നിഷ്കളങ്കരായ കുട്ടികളെ വെട്ടിക്കൊലപ്പെടുത്താൻ കഴുകന്മാരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് നിങ്ങൾക്കൊരു നിമിഷം ആലോചിക്കാം. വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിയോ? ഖജനാവിലെ പണം ദൂർത്തടിച്ച് നിങ്ങളെ തമ്മാടികളായ ഗുണ്ടകളെ, ക്രിമിനലുകളെ സംരക്ഷിക്കാമെന്ന് ഇവിടുത്തെ CPM-കാരൻ കരുതിയോ? നിങ്ങൾ ഖജനാവിലെ പണം ചെലവഴിക്കുമ്പോ ജനം തന്ന പണത്തിൽ പണം വെച്ച് ഞങ്ങൾ വക്കീലന്മാരെ വെച്ച് ഞങ്ങൾക്കുമുണ്ട് നിയമത്തിന്റെ വഴി. അടക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ച ഒരുപാട് ക്രിമിനലുകൾ ഈ കേസിൽ വെളിച്ചത്ത് വരും. ആരാണ് യഥാർത്ഥ പ്രതികൾ? ആരാണ് കൊന്നവർ? ആരാണ് കൊല്ലിച്ചവർ? എന്തിനാണ് കൊല്ലിച്ചത്? നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങിയിരിക്കില്ല എന്ന് ഇവിടുത്തെ CPM-ന്റെ ക്രിമിനലുകളായ നേതാക്കന്മാർക്ക് ഞാൻ താക്കീത് നൽകാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. എടോ, ഈ തിളച്ചു മറിയുന്ന യുവത്വത്തിന്റെ രോഷം, ആത്മരോഷം നിങ്ങൾ കണ്ടോ? ഈ ആത്മരോഷം നടത്തുന്ന എന്റെ കുട്ടികളോട് തിരിച്ചടിക്കണമെന്ന് പറഞ്ഞാൽ ഈ കള്ളിയോട്ട് ഒരു CPM-കാരൻ ഉണ്ടാകുമോ? കാലെടുത്ത് കുത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഈ കുട്ടികൾ, നിങ്ങൾക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണ്, ചെയ്യാൻ പ്രാപ്തരായ ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെ പ്രത്യയശാസ്ത്രവും വീക്ഷണവും അതല്ല. കണ്ണൂരിലും കാസർഗോഡിലും നിങ്ങൾ വെട്ടി നുറുക്കിക്കൊന്ന എന്റെ ഇടതും വലതും നിന്ന എത്ര ചെറുപ്പക്കാർ PCC-യുടെ അധ്യക്ഷനായി കണ്ണൂർ ജില്ലയിൽ നിന്നപ്പോ 23 ചെറുപ്പക്കാർ എനിക്ക് കരുത്തു പകർന്ന, കോൺഗ്രസിന് കരുത്തു പകർന്ന എന്റെ ഇടതും വലതും നിന്ന 23 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നിട്ടും കണ്ണൂരിൽ കോൺഗ്രസ് ഇല്ലാതായോ? നിങ്ങൾ രക്തസാക്ഷി ദിനം ആചരിക്കുന്നവരല്ലേ? എന്തിനാണ് നിങ്ങൾ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്? രക്തസാക്ഷികൾ മരിച്ചാൽ അവർ മരിക്കുന്ന രക്തസാക്ഷികൾ ജീവിക്കുന്നവരെക്കാൾ ശക്തരാണെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജീവിച്ച ശരത്ലാലിനേക്കാളും കൃപേഷിനേക്കാളും ശരത്ലാലിന്റെയും കൃപേഷും ഇവിടെ ശക്തരാണ്, ഇവിടെ അമരന്മാരാണ്. അവർ ജീവിക്കുമോ? ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിന്റെ അകത്ത് കരുത്തോടെ, ആത്മവിശ്വാസത്തോടെ, ആത്മവീര്യത്തോടെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കോടതിയിൽ നിങ്ങൾ എത്ര പൈസ ചെലവഴിച്ചു വക്കീലിന് വേണ്ടി പ്രതിരോധിക്കാൻ? എല്ലാ ക്രിമിനൽ നിയമത്തിന്റെയും ബാലപാഠങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ക്രിമിനലുകളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമം ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ അകത്തുണ്ട്. പുറത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന വക്കീലന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഫീസ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയാണ്? 2 ചെറുപ്പക്കാരെ കൊന്നവരെ സംരക്ഷിക്കാൻ. മാക്കുറ്റി ഇവിടെ പറഞ്ഞു, തറവാട്ട് സ്വത്തിൽ നിന്നല്ല ആ പണം ചിലവഴിച്ചത്, പാർട്ടി പിരിവിൽ നിന്നല്ല, പാർട്ടി ഫണ്ടിൽ നിന്നല്ല ആ പണം നിങ്ങൾ ചിലവഴിച്ചത്. ഖജനാവിലെ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് രാജ്യത്ത് അക്രമം നടത്തി രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി നിയമസംരക്ഷണം നൽകാൻ നിങ്ങൾ വിനിയോഗിച്ച ഫണ്ട് ഈ കേരളത്തിലെ ഓരോ നികുതിദായകന്റെയും പണമാണ്.
എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. പിണറായി വിജയൻ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല എന്നിവിടുത്തെ CPM-കാർ ഓർക്കണം. അല്ലെങ്കിലും ഖജനാവിലെ പൊതുപണം ദൂർത്തടിക്കാൻ പിണറായിയേക്കാൾ നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ജനിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷത്തുണ്ടായിരുന്നോ? ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം ഭരിച്ചിട്ടില്ലേ? EK നായനാർ കേരളം ഭരിച്ചിട്ടില്ലേ? അച്യുതാനന്ദൻ കേരളം ഭരിച്ചിട്ടില്ലേ? ഞങ്ങൾ ആർക്കെങ്കിലും എതിരെ ഞങ്ങൾ പറഞ്ഞു? ഇതുപോലെ പണം ദൂർത്തടിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ ലോകത്തിൽ ആരുണ്ട്? ആരുടെ പണമാണോ എടുത്ത് പൂശുന്നത്? എന്ത് കരുതിയാ താൻ ഈ പണം പൂശുന്നത്? ഞാനെന്ന് പറഞ്ഞു തലശ്ശേരിയിൽ പ്രസംഗിച്ചപ്പോ, ചെത്തുകാരന്റെ മകൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒട്ടേറെ പ്രതീക്ഷിച്ചു. സഖാവേ, തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നവനല്ലേ? തൊഴിലാളികളുടെ വികാരങ്ങളും വിചാരങ്ങളും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. കമ്മ്യൂണിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരൻ, എളിമയുള്ള കുടുംബത്തിൽ നിന്ന് വളർന്നവൻ, തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നവൻ, അവൻ ഈ രാജ്യത്തെ പണം ഇതുപോലെ ദൂർത്തടിച്ച ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എത്രയാണോ നിന്നെ ഉപദേശിക്കാനാണ്? 9 ആളും. ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ താൻ എന്തിനാണോ മുഖ്യമന്ത്രിയായത്? ഖജനാവിലെ പണമെടുത്ത് ചെലവഴിച്ച് വിവരമുള്ളവരെ ഉപദേശിക്കാൻ 9 പേര് ചുറ്റും വെച്ചിട്ട് പോലും നിനക്ക് വിവരമുണ്ടായോ? ഏതെങ്കിലും നല്ല കാര്യം താൻ ചെയ്തു? തൊഴിലാളിയാണ്, ചെക്ക് തൊഴിലാളി. തലശ്ശേരി റേഞ്ചിൽ മാത്രം ചെക്ക് തൊഴിലാളികളുടെ ക്ഷേമനിധി, ആ ക്ഷേമനിധി 3 കോടി രൂപ എഴുതി തള്ളിയിരിക്കുന്നു. ആര്? ചെത്തുകാരന്റെ മകൻ മുഖ്യമന്ത്രിയായ ഈ സംസ്ഥാനത്ത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 കോടി രൂപ. 10% തൊഴിലാളിയുടെ വിഹിതമാണ്, 15% ഉടമയുടെ വിഹിതമാണ്. ഒരുമിച്ച് കൊടുക്കുമ്പോ 1 ലക്ഷം രൂപ ഒരു ചെത്ത് തൊഴിലാളിക്ക് കിട്ടേണ്ടുന്ന പണം പിണറായി വിജയൻ എന്ന ചെത്ത് തൊഴിലാളിയുടെ മകനായ മുഖ്യമന്ത്രി അത് എഴുതി തള്ളിയിരിക്കുന്നു. തൊഴിലാളികൾക്ക് വേണ്ടിയാണോ? മുതലാളിമാർക്ക് വേണ്ടി. എന്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് നിങ്ങൾ? ഏത് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് നിങ്ങൾ? 42 വണ്ടികളുടെ എസ്കോർട്ടിൽ പോകുന്ന ഏത് മുഖ്യമന്ത്രിയാണ് ഈ രാജ്യത്ത്? 42 വണ്ടികൾ എസ്കോർട്ട്. ആർക്ക് വേണോ നിന്നെ? ആരിൽ നിന്ന് സംരക്ഷണത്തിന് ഈ 42 വണ്ടി? ഈ ഒടുക്കത്തെ യാത്ര നടത്തുമ്പോ നീ ആലോചിക്കണ്ടേ, നിന്നെ ആർക്കാണ് ഈ രാജ്യത്ത് ആവശ്യം? വീട്ടിൽ നിന്ന് കൊടുക്കുവോ ചെലവ്? പാർട്ടി കൊടുക്കുവോ ചെലവ്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് എന്റെ പാർട്ടിക്കകത്ത് ചോദിച്ചൂടെ ഇതെന്ത് മുഖ്യമന്ത്രിയാണെന്ന്? അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ഒടുക്കത്തെ രാജിവെച്ച് പോയി. എന്ത് റിപ്പോർട്ടാണ് കോന്തന്മാരെ നിങ്ങൾ ഈ സംസ്ഥാനത്ത് അച്യുതാനന്ദൻ കൊടുത്തത്? ഏത് റിപ്പോർട്ടാണോ? ഒരു റിപ്പോർട്ട് കൊടുത്തോ? ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി മന്ത്രിയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ ജീവിച്ച് ശമ്പളം വാങ്ങി നക്കി പിട്ടടിച്ച് ജീവിച്ച്, എന്നിട്ട് ഒരു റിപ്പോർട്ട്, ഒരു സിംഗിൾ റിപ്പോർട്ട് അച്യുതാനന്ദന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ഈ സംസ്ഥാനത്തിന് നൽകിയോ? ഈ ചെലവഴിച്ച പൈസ, ഈ ചെലവഴിച്ച, നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ഈ പണം നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ നിയമമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ പോവുക. പ്രവർത്തിക്കാത്ത ഭരണപരിഷ്കാര കമ്മീഷന് വേണ്ടി ചിലവഴിച്ച പണം, ആ പണം ബന്ധപ്പെട്ടവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം. രാജ്യത്തിന്റെ സമ്പത്ത് കാട്ടിലെ മര, കേവലയാന, വലിയടാ വലി, എന്ത് സുഖാണ്! എത്ര കോടി രൂപയുടെ ദുശ്ചലമാണ്
പിണറായി വിജയന്റെ ഈ 5 വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനം നോക്കിക്കണ്ടത്